ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ആദില. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോളാണ്. മീഷോ മാക്സി ഡ്രസ് ഹോളാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടേനു. മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഹോപ്സ്കോച്ച് ഇതിൽ നിന്ന് ഏത് ഹോൾ വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മെജോറിറ്റി പറഞ്ഞത് മീഷോ ഹോളാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ച കുറച്ച് മാക്സി ഡ്രസ്സ്, കുർത്ത ടൈപ്പ് മാക്സി ഡ്രസ്സ്, പിന്നെ അതിൽ ഒരു ഫീഡിങ് ടൈപ്പ് ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടാ. അപ്പോൾ ഒരു കമന്റ് കണ്ടിട്ടുണ്ടേനു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സിന്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ല, ആകെ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഡ്രസ്സും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ആ വീഡിയോക്കായിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം ഞാൻ വാങ്ങിച്ച ഡ്രസ്സും ഞാൻ കുറേ യൂസ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ട അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സെല്ലാം കേട്ടാ ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ നമുക്ക് പറ്റിയ ഒരു മീഷോ ഹോൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ കുറേ ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മീഷോ ഹോള്, ഡെയിലി വിയർ ഹോള്, അങ്ങനെ പല ടൈപ്പ് ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്ത്ര, ഫ്ലിപ്കാർട്ട് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. മീഷോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് ഹോൾ എന്നുള്ള പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അധികം ലാഗടിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിരിക്കുന്നത് ഒരു കുർത്ത ഷ്വാൾ, ഇങ്ങനെ 2 പീസ് വരുന്ന ഒരു സെറ്റാണ്. അപ്പോ ഇത് ക്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്ത ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാ, ഒരു മാക്സി ഗൗൺ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാ. ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇതിന്റെ ഒരു പിങ്ക് കളർ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒരു സമയമെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റോസ് പിങ്ക് ആ ഒരു കളർ, നിങ്ങൾ ആ കളർ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കളർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനിപ്പോ ആ ഒരു കളർ ഇഷ്ടമാകാത്തോണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വരുന്നത് ഫുൾ ലെങ്ത് അല്ല, കുറച്ചൊരു പാന്റ് കാണുന്ന ആ ഒരു ലെങ്ത് ആണ്. അപ്പോൾ കുറച്ച് ലെങ്ത് കുറഞ്ഞവർക്കെല്ലാം ഇത് ഫുൾ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ കണ്ട ക്രേപ്പാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പൊ ഫുൾ സ്ലീവ് ആണ്. ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൈനേക്കാളും കുറച്ചുകൂടി ഇറങ്ങിയിട്ട് കണ്ട ഇങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കാം. നല്ല ഭംഗിയാണ് സ്ലീവ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ സ്ലീവിന്റെ സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് നിന്നോളും. പിന്നെ സ്ലീവ് ഇങ്ങനെ ട്രാൻസ്പാരന്റ് ആണ് കണ്ട. അടിയിൽ എന്തെങ്കിലും ഇന്നറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. ഭയങ്കര ട്രാൻസ്പാരന്റ് ആണ്. പിന്നെ നെക്കെല്ലാം വരുന്നത് റൗണ്ട് നെക്കാണ്. പിന്നെ ഇവിടെ കണ്ട ഒരു ഗോൾഡൻ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് കട്ടിയിലുള്ള ഒരു പീസ് വെച്ചിട്ട് അതിന്റെ 2 സൈഡിലും ഗോൾഡൻ ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട് കുറച്ച് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് കണ്ട. ഈ ഒരു കളറും നല്ല അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ വേറെയും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കളറിൽ ഇത് രണ്ടോ ഉള്ളത്, ഒരു റോസ് ആ ഒരു കളറും പിന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗണും പിന്നെ വേറെ 2 ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ ഷ്വാള് മാറ്റാണ്. ഷ്വാൾ ഒരു ഫ്ലോറൽ പ്രിന്റ് ആ ഒരു ടൈപ്പാണ്. പിന്നെ ഇതിന്റെ ഷ്വാള് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കസവ് എന്നെല്ലാം പറയൂല നമ്മള് പണ്ടത്തെ മണവാട്ടിക്കൽ ഇട്ട് കൊടുക്കുന്ന കസവിന്റെ ഷാള് എന്നെല്ലാം പറയുന്ന ആ ഒരു ടൈപ്പാണ്. ഇതിങ്ങനെ വാഷ് ചെയ്യുന്നതിന് ഇതിന്റെ ഈ ഒരു കളർ ഫെയ്ഡ് ആകുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും അത്ര വലിയ ബോറായിട്ട് തോന്നുന്നില്ല. കളർ ഫെയ്ഡ് ആയപ്പോഴാണ് കുറച്ചുകൂടി വൃത്തി തോന്നിയത്. ഇത് ആദ്യം വാങ്ങിക്കുന്ന ടൈം ഭയങ്കരമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു എന്തോ പോലെ എനിക്ക് റിട്ടേൺ ചെയ്യണോന്ന് വിചാരിച്ച് നിന്നതേനും കേട്ടാ. പിന്നെ വിചാരിച്ച് നല്ല ഭംഗിയുണ്ട്, ഈ ഷാള് നല്ല രസമാണ് കേട്ടാ. ഈ ഒരു പ്രിന്റ് എല്ലാം വരുന്നതായിട്ട്. ഇപ്പൊ ഷാളിന്റെ ഈ ഒരു 2 സൈഡിലും ഇതേപോലെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ലേസ് കുറച്ച് വീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 4 സൈഡിലും ഇതേപോലെ ചെറിയൊരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷാളിന്റെ 4 കോർണറിലും ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽ വരുന്നത് ക്രേപ്പാണ്. ഇത് നല്ല തലയിലെല്ലാം നല്ല കംഫർട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന നല്ലൊരു ഷാൾ തന്നെയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്, കുറച്ച് വിത്തും ഉണ്ട്. അപ്പൊ ഈ ഒരു കളറാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കളറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളറ്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ചൂസ് ചെയ്തത്. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്.
അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 432 രൂപയാണ്. ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്തായിട്ട് തോന്നി. നമുക്കിപ്പോ ഷാളും കൂടി കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ, ഈ ഒരു ഗോൾഡൻ കളർ പാൻറ്റെല്ലാം വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം. ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ എല്ലാം കഴിഞ്ഞ്, എന്നിട്ടും ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ. ഇത് മെറ്റീരിയൽ ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ നൂല് മുതന്ന ആ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ നല്ല കംഫേർട്ട് ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ്. കണ്ട് ഇവിടെയെല്ലാം കുറച്ചൊരു ഇങ്ങനെ പീസ് കൊടുത്തുകൊണ്ട് നമുക്ക് നെക്കിന്റെ അവിടെയെല്ലാം നല്ല കംഫേർട്ട് ആയിട്ട് നിൽക്കും. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡ്രസ്സ് നോക്കാം. അപ്പൊ സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫീഡിങ് ഡ്രസ്സ്, ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ടൈപ്പ് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേനു. ആകെ ഈ ഒരു ഡ്രസ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ, ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിന് പ്രത്യേകിച്ച് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാണ്ട് നിന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഡ്രസ്സ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു ബെൽറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബെൽറ്റ് വന്നിരിക്കുന്നത്. ബെൽറ്റ് നമുക്ക് വേറെ ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല അടിപൊളി ബെൽറ്റാണ്. അപ്പൊ ഇത് നമുക്ക് എവിടെയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു ബെൽറ്റിന് അങ്ങനെ ഹോളിന്റെ സെപ്പറേറ്റ് ഹോളിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടൈ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ ഡ്രസ്സ് ഇതാണ്. അപ്പൊ ഞാനിത് ഓർഡർ ചെയ്ത സൈസ് എന്ന് പറയുന്നത് XL ആണ് കേട്ടോ. അതാണ് ഇത്രയും ഭയങ്കര വീതി. ഇത് എനിക്ക് ഭയങ്കര വീതി കൂടുതലാണ്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ലൂസിൽ ഇടാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതേനു. അപ്പൊ ഇവിടെ എലാസ്റ്റിക് ഒന്നല്ല. അപ്പൊ ബെൽറ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് പ്രശ്നമില്ല. ഓർഡർ ചെയ്യുന്നവർക്ക് ഓർഡർ ചെയ്യാം. നിങ്ങൾ കറക്റ്റ് സൈസ് ആണെങ്കിൽ കറക്റ്റ് സൈസ് ഓർഡർ ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്ലീവ് ഹാഫ് സ്ലീവ് ആണ്. ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു ഇത്രത്തോളം ഉണ്ടേനു. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഹാഫ് സ്ലീവേ ഉള്ളൂ, കണ്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വൃത്തികേട് പോലെ തോന്നി. ഇതെല്ലാം വിന്നർ വെച്ച് യൂസ് ചെയ്യാനും കയ്യിലല്ലോ. അതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊന്നും പോകുമ്പോൾ അങ്ങനെ വേറെ ഇത് പോകേണ്ട ടൈപ്പായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇത് മെറ്റീരിയൽ വരുന്നതും ക്രേപ്പാണ്. അപ്പൊ ഇവിടെ കണ്ട ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺ ആണ്. ഈ താഴെ വരെ നമുക്ക് ബട്ടൺ ഓപ്പൺ ചെയ്യാം. 1 2 3 4 5 6 ബട്ടൺ ഉണ്ട്. അപ്പൊ ഒരു ഇങ്ങനെ നെക്ക് ഇങ്ങനെ കേറി നിൽക്കുന്ന ഒരു കോളർ ടൈപ്പ് എന്ന് പറയാൻ പറ്റൂല, ഏകദേശം ആ ഒരു കുറച്ച് കേറി നിൽക്കുന്ന അങ്ങനത്തെ ടൈപ്പ് നെക്കാണ്. അപ്പൊ ഇതിന്റെ പ്രിന്റ് എല്ലാം കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ലൊരു അടിപൊളി ഫ്ലോറൽ പ്രിന്റ് എല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. അപ്പൊ ഇതും എനിക്ക് അത്രത്തോളം ഫുൾ ലെങ്ത് അല്ല, കുറച്ചൊരു പാന്റ് കാണുന്ന ആ ഒരു ലെങ്തേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്കെല്ലാം ഇത് മാക്സി ഡ്രസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്ലീവ് എല്ലാം വരുന്നത് നോർമൽ സ്ലീവ് തന്നെയാണ്. സ്ലീവിന്റെ സൈഡിൽ ഇതേപോലെ ചെറിയൊരു മടക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് ചുരുക്ക് വെച്ചിട്ട് കുറച്ച് ഫ്ലയേർഡ് ആണ് ഡ്രസ്സ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് അത്ര വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 374 രൂപയാണ്. ആ ഒരു പ്രൈസിന് ഇത് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇത് മെറ്റീരിയലും ക്രേപ്പാണ്. ഇപ്പൊ നമ്മള് പ്രഗ്നന്റ് ആയ ഒരു ടൈമിൽ ക്രേപ്പ് മെറ്റീരിയലൊന്നും നമുക്കങ്ങനെ അത്ര കംഫർട്ടായിട്ട് തോന്നൂല. നമുക്ക് നോർമലി ക്രേപ്പ് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോവില്ലല്ലോ. എനിക്ക് പൊതുവെ ഈ റയോൺ മെറ്റീരിയൽ പോലത്തെ ഈ നൂല് പൊന്തുന്ന മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, ആ ഒരു മെറ്റീരിയലുള്ള ഡ്രസ്സൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ കുറച്ച് എപ്പോഴും അതേപോലെ തന്നെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ക്രേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഡ്രസ്സിന്റെ മെയിൻ ഫോൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ സ്ലീവ് ആണ്. സ്ലീവ് ഹാഫ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് പുറത്തേക്കൊന്നും പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ അത്ര വേർത്തായിട്ട് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഫോട്ടോയിൽ കണ്ടപാടെ കണ്ണും പൂട്ടി ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സാണ് കേട്ടാ. ഞാൻ പൊതുവെ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അത് വിഷ് ലിസ്റ്റിൽ ഇട്ട് കുറേ ദിവസം എടുത്ത് അതിന്റെ റിവ്യൂ നോക്കി അങ്ങനെയെല്ലാം ഓർഡർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് എനിക്ക് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായിട്ട് പെട്ടെന്ന് ഓർഡർ ആക്കിയതേനു. അപ്പൊ ഒരു കഫ്താൻ ടൈപ്പ് ഗൗണാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന നല്ല അടിപൊളി ഗൗണാണ് കേട്ടാ. നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിട്ട്. ഇത് ഫുൾ ലെങ്ത് ആണ് വരുന്നത്. ഇത് ഹൈ നെക്കാണ് കേട്ടാ. ഇങ്ങനെ കേറി നിൽക്കുന്ന ഒരു ടൈപ്പ് നെക്കാണ്. ഇങ്ങനെ ഒരു റൗണ്ട് ടൈപ്പ് നെക്കില്ലേ, ആ ഒരു നെക്കാണ്. പിന്നെ ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ബട്ടണാണ് കണ്ട. ഇങ്ങനെ ബാക്കിലൊരു ബട്ടൺ ഉണ്ട്.
പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് കണ്ട, ഈ ഒരു രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ത്രെഡ് ടൈപ്പ് ലേസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. കണ്ടിങ്ങനെ രണ്ട് സൈഡിലും പിന്നെ ഇങ്ങനെ താഴെ ഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ത്രെഡ് വർക്കിൽ വരുന്ന ലേസ് വരുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോംബോയും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആനിമൽ പ്രിന്റ് എല്ലാം വരുന്ന ഡ്രസ്സ് ഞാൻ എവിടെ കണ്ടാലും ഓർഡർ ചെയ്യും കേട്ടോ. എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന്റെ സൈസ് എന്ന് പറയുന്നത് ഫ്രീ സൈസ് ആണ്. അപ്പോൾ വേറെ സൈസ് ആയിട്ടൊന്നുമില്ല, ഫ്രീ സൈസ് തന്നെ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ 378 രൂപയേ ഉള്ളൂ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേറെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മെറ്റീരിയലും ഒരു കുറച്ച് കട്ടിയുള്ള ക്രേപ്പ് മെറ്റീരിയൽ ആണ്. സാധാരണ ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആയിട്ട് അത്രത്തോളം ട്രാൻസ്പാരന്റ് അല്ല, കുറച്ചൊരു നല്ല കട്ടിയുണ്ട്. അപ്പൊ ഇത് ഇന്നർ വെച്ചിട്ട് പെയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്താൽ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടാ. അപ്പൊ എനിക്കിതിന് അത്രത്തോളം ഇഷ്ടമായിന്. അപ്പൊ ഇവിടെ വരുന്നത് എലാസ്റ്റിക് ആണ്. നമ്മളെ ഈ ഒരു അരന്റെ സൈഡിൽ ഇങ്ങനെ എലാസ്റ്റിക് ആണ്. അപ്പൊ ഇവിടെ ഒരു ത്രെഡ് വർക്കിൽ തന്നെ വരുന്ന ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ലേസ്. ഈ ഒരു രണ്ട് സൈഡിൽ ഇങ്ങനെ കീറല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ലിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും എല്ലാത്തിനും നല്ല കംഫർട്ട് തന്നെയാണ്. കണ്ട ഈ സ്റ്റിച്ച് ഇത്ര ഭാഗത്ത് മാത്രമേ സ്റ്റിച്ചുള്ളൂ. ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് അറിയില്ല. കണ്ട ഇവിടുന്ന് തൊട്ട് താഴെ വരെ ഫുള്ള് ഇങ്ങനെ സ്ലിറ്റ് ആണ്. പിന്നെ സ്ലീവിന്റെ സൈഡിലും കണ്ട ഇത്രത്തോളം ഉണ്ട്. അപ്പൊ നമുക്കൊരു ഇന്നറെല്ലാം യൂസ് ചെയ്ത് ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാല് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഒരു ലേസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുള്ളി കളിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോംബോ ഇഷ്ടമുള്ളവർക്കും ക്രേപ്പ് മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്കും എല്ലാവർക്കും നല്ല ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ. ഈ ഒരു പ്രൈസിന് എന്തുകൊണ്ടും തന്നെയാണ്. നല്ല കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് നോക്കാം. അപ്പൊ നമ്മളെ അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇന്ന് വന്ന ഡ്രസ്സാണ് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാത്ത റിവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്ര സമയം കാണിച്ച ഡ്രസ്സും ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ വന്നപ്പോൾ വിചാരിച്ച് ഇങ്ങനെ ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ കണ്ട ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഇതും ഒരു മാക്സി ഗൗണാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ്. 299 രൂപ. പിന്നെ ഡെലിവറി ചാർജ് 60-61 രൂപ മറ്റുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 360 ആ ഒരു റേറ്റ് ആയിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് ടൈറ്റ് ഫിറ്റ് പോലെ തോന്നിയിട്ട് എക്സ്ചേഞ്ച് ആക്കിയിട്ട് കുറച്ച് സൈസ് ലാർജ് ആക്കിയതാണ്. പിന്നെ ഫസ്റ്റ് വാങ്ങിച്ചത് ലാർജ് ആയിരുന്നു. ഇതിപ്പോൾ എക്സൽ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ നോർമലി ലാർജ് തന്നെയാണ് കേട്ടോ സൈസ് എടുക്കല്. പിന്നെ ഇത് എന്താണെന്നറിയില്ല, കുറച്ചൊരു ടൈറ്റ് പോലെ തോന്നി. ഇത് മെയിനായിട്ട് ഇവിടെ എലാസ്റ്റിക് ആണല്ലോ, അതുകൊണ്ട് കുറച്ച് ടൈറ്റ് നല്ലൊരു കറക്റ്റ് ഫിറ്റ് പോലെ തോന്നിയിട്ട് ഒരു എക്സൽ എടുത്തതാണ്. അപ്പൊ ഇത് നല്ല അടിപൊളി മാക്സി ഗൗൺ ആണ്. ഇവിടെയും എലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അതേപോലെ നമ്മളെ ബോഡിന്റെ അവിടെയും എലാസ്റ്റിക് ആണ് വരുന്നത്. ഇതും മെറ്റീരിയൽ വരുന്നത് ക്രേപ്പ് തന്നെയാണ്. ഞാനിപ്പോ കാണിച്ചെന്ന 4 ഡ്രസ്സും ക്രേപ്പ് തന്നെയാണ് കേട്ടോ. എന്റെ കയ്യിലുള്ള അധിക ഡ്രസ്സും ക്രേപ്പിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതും ഒരു മാക്സി ഗൗൺ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഫോൾട്ട് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത് കുറച്ച് ലെങ്ത് കുറവാണ്. അപ്പോൾ പാൻറ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യേണ്ടി വരും. അപ്പൊ അത് കുറച്ചൊരു ബോർ പോലെ തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, അത്രത്തോളം എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിച്ചിട്ടുണ്ടായത് കുറച്ച് ലെങ്ത് കുറഞ്ഞവർക്ക് ഇത് നല്ല അടിപൊളി ആയിരിക്കും. അപ്പൊ ഇതാ ഇവിടെയും എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. പിന്നെ സ്ക്വയർ ടൈപ്പാണ് കേട്ടോ. സ്ക്വയർ ടൈപ്പാണ് ഇതിന്റെ നെക്ക് വരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു 5 കണ്ടപ്പോ ഞാൻ സ്മോളാന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ ഇതാ ഇങ്ങനെ യെല്ലോ കളറിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് എല്ലാം വന്നിട്ട് നല്ല ഫ്ലവർ എല്ലാം വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഇത്. ക്രേപ്പ് ആണെങ്കിലും എല്ലാം കുറച്ചൊരു ഡിഫറെന്റ് മെറ്റീരിയൽ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ ഇവിടെ ബോഡിന്റെ ഇവിടെ കണ്ട എലാസ്റ്റിക്, അധികാർക്കും ഈ ബോഡിന്റെ ഇവിടെ എലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ചൊരു വൃത്തികേട് പോലെ തോന്നും. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബോഡി ആകെ എലാസ്റ്റിക് ഒരു കുറച്ച് ഇത്ര വകയേ ഉള്ളൂ. ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ താഴിൽ ഇറങ്ങി വരുമ്പോഴാണ് കുറച്ച് ബോറാവാ. ഇത് ആകെ ചെറിയൊരു പോർഷനിൽ മാത്രമേ ഉള്ളൂ.
കണ്ണന്റെ ഒരു കൈൻ്റെ എല്ലാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ബോളിന്റെ അവിടെ എലാസ്റ്റിക് ആണെങ്കിൽ ഇങ്ങനെ കയറി പോകും. ആ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ ഇതിന്. പിന്നെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. ഇപ്പൊ സ്ലീവിന്റെ സൈഡിലും ഇതേപോലെ ഒരു എലാസ്റ്റിക് ഉണ്ട്. ഇപ്പൊ കണ്ട, ഇതും ഇങ്ങനെ ഫുൾ സ്ലീവ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് 3/4 സ്ലീവ് ആണ്. മെയിനായിട്ട് ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അപ്പൊ ഇത് പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റില് യെല്ലോ ഫ്ലവർ വരുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ലാർജ് ഓർഡർ ചെയ്തപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ലെങ്ത് കുറവേനു. ഇതിപ്പോ കുറച്ചൊരു അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അതിനേക്കാൾ കുറച്ച് ലെങ്ത് ഉള്ള പോലെ തോന്നുന്നു ഇട്ട് നോക്കിയപ്പോ. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന് കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എക്സ്ചേഞ്ച് ആക്കിയിട്ട് കുറച്ച് സൈസ് വലുത് ഓർഡർ ചെയ്തത്. എനിക്ക് പൊതുവേ ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ആയിട്ട് അങ്ങനെ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ കുറച്ചൊരു ലൂസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എക്സൽ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അപ്പൊ നിങ്ങളെ സൈസ് ഏതാണോ അതിനേക്കാളും ഒരു സൈസ് ലാർജ് എടുക്കുന്നതായിരിക്കും നല്ലത്. മെയിനായിട്ട് ഇതിന്റെ ബോഡിയെല്ലാം ഒരു എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസ് എടുത്താൽ കുറച്ചൊരു ടൈറ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇത് എടുക്കുമ്പോൾ ഒരു സൈസ് ലാർജ് ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ മീഷോ മാക്സി ഡ്രസ് ഹോള് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ 4 ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡ്രസ്സെല്ലാം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റും കൂടി ചെയ്യുക. അപ്പൊ ഞാനിങ്ങനെ കമന്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളെ കമന്റ് എല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഹോൾ വീഡിയോ കൂടാണ്ട് വ്ളോഗ്, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, മേക്കപ്പ് വീഡിയോസ് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.